പതിനഞ്ചാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് സംഭവബഹുലമായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും ഭരണപക്ഷത്തിൻ്റെ ശക്തമായ മറുപടികൾക്കും സഭ ഇന്ന് സാക്ഷിയായി. ചോദ്യോത്തരവേളയിൽ ഇന്ന് ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം, കേരളീയം 2023 നേട്ടങ്ങൾ, കെ സ്മാർട്ട് പദ്ധതി, ഓൺലൈൻ ലോൺ ആപ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കൽ എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സർ, ഈ പരിപാടി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായൊരു പരിപാടിയാണ് എന്നാണ് കേരളം പൊതുവെ കണ്ടിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്നുക്ഷാമം ഇല്ലെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നത് ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിന്റെ സംസ്കാരവും വികസനവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും നാളെക്കുറിച്ച് ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കേരളീയം വഴിതെളിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഒരാഴ്ചക്കാലം കേരളീയം സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായൊരു പരിപാടിയാണ് എന്നാണ് കേരളം പൊതുവെ കണ്ടിട്ടുള്ളത്. ഇതേവരെ ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലാലോ എന്ന ഒരു ചിന്തയാണ് പൊതുവെ ആളുകളിലെല്ലാം ഉണ്ടായത്. കെ സ്മാർട്ട് വഴി കൂടുതൽ സേവനങ്ങൾ വേഗത്തിൽ നൽകാനായതായും പദ്ധതി മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയായതായും മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കെ സ്മാർട്ടിന് ലഭിച്ചിട്ടുള്ളത്. സർ, കർണാടക സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനുവരി 1 തന്നെ ഐക്യവുമായി ഇത് അവിടെ നടപ്പിലാക്കാൻ MOU ഒപ്പിട്ട് കഴിഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. നിര്യാതരായ 3 മുൻ മന്ത്രിമാരുൾപ്പെടെ 8 മുൻ അംഗങ്ങൾക്ക് സഭ ഇന്ന് ചരമോപചാരമർപ്പിച്ചു. മുൻ MLA MK പ്രേംനാഥ് 2023 സെപ്റ്റംബർ 29-നും, മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ 2023 ഒക്ടോബർ 5-നും, മുൻ MLA R രാമചന്ദ്രൻ 2023 നവംബർ 21-നും, മുൻ മന്ത്രി P സിറിയക് ജോൺ 2023 നവംബർ 30-നും, മുൻ MLA കാനം രാജേന്ദ്രൻ 2023 ഡിസംബർ 8-നും, മുൻ MLA ശ്രീ K കുഞ്ഞിരാമൻ 2023 ഡിസംബർ 13-നും, മുൻ മന്ത്രി ശ്രീ KP വിശ്വനാഥൻ 2023 ഡിസംബർ 15-നും, മുൻ മന്ത്രി TH മുസ്തഫ 2024 ജനുവരി 14-നും അന്തരിച്ചു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലേക്കുള്ള ചെയർമാൻമാരുടെ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം നടത്തി. ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ K ബാബു നെന്മാറ, ശ്രീ P ബാലചന്ദ്രൻ, ശ്രീ N ഷംസുദ്ദീൻ എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിലുള്ള ചെയർമാൻമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. സാമൂഹ്യ പെൻഷൻ മുടങ്ങിയെന്ന കാരണത്താൽ കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി ജോസഫ് ആത്മഹത്യ ചെയ്തെന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും ശ്രീ PC വിഷ്ണുനാഥ് ഉൾപ്പെടെ 5 പേർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നൽകിയ നോട്ടീസ് സഭ പരിഗണിച്ചു. ഓർഡർ റൂൾ 50 അടിയന്തര പ്രമേയം. സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണ് ജോസഫ് ആത്മഹത്യ ചെയ്തതെന്നും അതിനാൽ ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നും PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. ഇവിടെ ജോസഫിന്റെ മരണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ദൗർഭാഗ്യകരമായ അദ്ദേഹത്തിന്റെ ആത്മഹത്യ, ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്നാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതല്ല ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് മന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടെങ്കിലും വിതരണം മുടങ്ങിയിട്ടില്ല എന്ന് ധനമന്ത്രി പറഞ്ഞു. 4,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ 27-നാണ്. സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേരിയുടെ പെൻഷൻ ഉൾപ്പെടെ 3,200 രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിൽ ആണെന്ന കാര്യവും അദ്ദേഹം സഭയെ അറിയിച്ചു. 48,000 കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും. ഞാനിവിടെ പറയുന്നു, ഉത്തരവാദിത്തോടു കൂടി പറയുന്നു, അത് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വർദ്ധിപ്പിച്ചു കൊടുക്കും.
വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും മന്ത്രി അറിയിച്ചു. തുടർന്ന് സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് സഭയുടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം ഇന്നത്തെ ശേഷിക്കുന്ന സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തുപോയി. മഞ്ചേരിയിലടക്കമുള്ള മെഡിക്കൽ കോളേജുകളുടെ ആധുനികവൽക്കരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ P. നന്ദകുമാർ MLA നൽകിയ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് കുറെ കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. വലിയ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ പരിമിതിയുണ്ട്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വർഷം 2 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കപ്പെട്ടു. ഇടുക്കിയും കോന്നിയും. 2ാം വർഷം അവിടെ പഠനം നടക്കുകയാണ് സർ. 6 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. 35 വയസ്സ് വരെ സൂപ്പർ ന്യൂമറിയെ തുടരാനും അനുമതി നൽകിയിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ പ്രധാനമാണ് സർ. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത്. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രീ E. ചന്ദ്രശേഖരൻ MLA പ്രമേയത്തിന്മേലുള്ള ചർച്ചയും സഭയിൽ നടന്നു. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ 13 അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ച അടുത്ത 2 ദിവസങ്ങളിലും തുടരും. നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.